പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. സ്തോത്രം. ഇനി അഥവാ 12-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമായിരുന്നു, വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലേഖനം എഴുതുന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. ഈ ലേഖനം എഴുതുമ്പോൾ ദൈവസഭ കൊടിയ പീഡയിലൂടെ കടന്നു. പശ്ചാത്തലം ഞാൻ പറയുക, കൊടിയ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം എടുക്കണ്ട. അവർ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെയും പിടിച്ചു, കൊല്ലാനാ പിടിച്ചു. അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലം. ശ്രദ്ധിച്ച് കേൾക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. സഭയുടെ ശുശ്രൂഷകന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലം, 1-ാം നൂറ്റാണ്ട്. പീഡ, ഘോരമായ പീഡ സാത്താൻ അഴിച്ചു വിട്ടു. യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചു കൊല്ലാൻ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസിനെ ദൈവം വിടുവിക്കുന്ന ചരിത്രം പ്രവൃത്തി 12-ലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭം വരുന്നതിനെ കുറിച്ച് ഇത് എഴുതിയതാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം. അതേറെ ആകാനാണ് സാധ്യത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അഗ്നിശോധന, ഒരു സ്വന്തം പാസ്റ്റർ അല്ലെങ്കിൽ സഭയിലെ അധ്യക്ഷൻ മരിക്കുമ്പോൾ അതൊരു വലിയ ശോധനയല്ലേ സഭയ്ക്ക്? അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം, പാട്ടിൻ്റെ തല പോയി അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അത് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകളാണ്. ആ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരെന്തായാലും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ സന്തോഷിക്കണമെങ്കിൽ ഇതൊരു കറതീർന്ന ആത്മീകനായിരിക്കണം. മറിച്ചിടാത്ത ദോശ പോലെ മാനസാന്തരപ്പെടാതെ കിടക്കുന്ന വിശ്വാസികൾക്കോ പാസ്റ്റർമാർക്കോ സന്തോഷിക്കാൻ കഴിയുമോ? ഇല്ല. കാശുണ്ടാക്കുന്ന പാസ്റ്റർമാർക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അവർ ഓടി രക്ഷപ്പെടാനേ നോക്കുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. അപ്പം ക്രിസ്തു നിമിത്തം മരിക്കുകയാണ്, സുവിശേഷ നിമിത്തം മരിക്കുകയാണ്, ദൈവവചന നിമിത്തം മരിക്കുകയാണ്, സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ നിമിത്തം മരിച്ചു, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയായി ആരെങ്കിലും കൊന്നുകളഞ്ഞു. സ്തെഫാനോസിനെ പോലെ ഒരു കല്ലേറ് കൊണ്ടോ കത്തി കൊണ്ടോ ഏതെങ്കിലും നിലയിൽ നമ്മൾ കൊന്നു എന്നിരിക്കട്ടെ. പത്രോസ് പറയുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13 4-13. 1 പത്രോസ് 4-13. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അടുത്ത അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ. എത്ര മനോഹരമായൊരു വാക്യം. സുവിശേഷ നിമിത്തം രക്തസാക്ഷിയായി തീർന്നാൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഉല്ലസിച്ചാനന്ദിപ്പാൻ. ഈ ഉല്ലസിച്ചാനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അമ്പലപ്പറമ്പിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ അമ്പലപ്പറമ്പിൽ തന്നെയായിരുന്നു. ഉത്സവം നടക്കുമ്പോൾ അമ്പലപ്പറമ്പിലാണ്. 7-8 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ ബോധമുള്ളൂ. അപ്പം അവിടെ അപ്പനും അമ്മയും 2-3 കുട്ടികളൊക്കെ അമ്പലപ്പറമ്പിൽ വരും. കുട്ടികൾക്കെല്ലാം ഈ ഓക്സിജൻ നിറച്ച ബലൂൺ ഇങ്ങനെ കയ്യിൽ കൊടുക്കും. ഈ ബലൂൺ ഇങ്ങനെ 3-4 ബലൂണൊക്കെ മേടിച്ച് കൊടുക്കുന്നുള്ളൂ. ഈ ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് കുട്ടികൾ കിടന്ന് ചാടി കളിക്കുന്ന കണ്ടിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ തിമിർപ്പാണ്. ഉല്ലസിച്ച് ആനന്ദിക്കുക. ജഡികമായ ഉല്ലാസം, ലോകത്തിൻ്റെ ഉല്ലാസം, അത് ആത്മീകമായ ഉല്ലാസമായിട്ട് മാറണം. ഒരു രക്തസാക്ഷിയായി തീർന്നാൽ ഉല്ലസിച്ച് ആനന്ദിക്കാനായിട്ട് നമുക്ക് കഴിയണം. സന്തോഷം. പത്രോസിനെ ക്രൂശിക്കാനായിട്ട് പിടിച്ചപ്പോൾ തലകിടയ്ക്കായി ക്രൂശിക്കാൻ പറഞ്ഞു. കാരണം എന്താ? പത്രോസിന് അറിയാൻ എന്താ കിട്ടാൻ പോകണം. തലയിടായിട്ട് ക്രൂശിക്കുമ്പോൾ കിരീടങ്ങൾ കിട്ടുമ്പോൾ പത്രോസിന്
ആ ചിന്തയായിരിക്കാം പുള്ളിക്ക് ഒരു പക്ഷേ. ഞാനങ്ങ് എൻ്റെ നിഗമനമാണേ, തെറ്റിദ്ധരിക്കരുതേ. ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്നത് പ്രതിഫലം വലുതാ. സുവിശേഷ നിമിത്തം അടിയും ഇടിയും കൊള്ളുന്നത് ഒരു മഹത്വമാണ്. ആസന്ന ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ അത് കിട്ടും. ചിലപ്പോൾ സുവിശേഷത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ അത് കിട്ടിയെന്ന് വരും. നിരാശപ്പെടണ്ട. അങ്ങനെ അങ്ങ് മരിച്ചു പോയാൽ അത് ഭാഗ്യമായിട്ട് കരുതുക. ഈ വ്യവസ്ഥ വിട്ട് ജീവിക്കുന്ന ഈ അന്യമതസ്കാരെ ഇല്ലാത്ത കുരുത്തക്കേട് മുഴുവൻ ഒപ്പിച്ച് മറ്റുള്ളവനെ കൊന്നു മുടിച്ചിട്ട് ആരെങ്കിലും ബോംബ് ചെയ്ത് കൊല്ലുകയോ ജാകുകയോ ചെയ്യുമ്പോൾ ഒരു പറഞ്ഞ സ്വർഗത്ത് പോയി മദ്യം മദിരാക്ഷിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ വസ്തുനിഷ്ഠമായ പ്രമാണം അനുസരിക്കുന്ന സത്യ വേദ പുസ്തകത്തിലെ ആത്മീക സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കാതെ മക്കളെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഇതേ പത്രോസ് തന്നെയാണ് പറഞ്ഞത് ഒന്നാം അധ്യായത്തിൻ്റെ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. 8-9 വാക്യം. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്നമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്ന ഒരു അനുഭവമുണ്ട് പുതിയ നിയമസഭയ്ക്ക്. അപ്പോസ്തലന്മാർ ആ സന്തോഷം അനുഭവിച്ചവരാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാരെ കുറിച്ചല്ല പറയുന്നത്. അവർ കാശുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക പല അപ്പോസ്തലന്മാരും. എല്ലാവരുമല്ല. ഒരു ന്യൂനപക്ഷം കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. സത്യവചനം പഥ്യവചനം ശക്തമായി പറയുന്നവരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവും, മറ്റൊരു ക്രിസ്തു എന്ന നിലയിൽ കിടക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിങ്ങൾ നിന്ന് സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ അധിവസിക്കുന്നുവല്ലോ. അപ്പോൾ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് എന്ന ചിന്ത നമ്മൾ എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനി അടുത്ത 15-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ ലജ്ജിക്കരുത്. പൗലോസ് പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടനോടുന്നതിനുമായിട്ടുമല്ല കഷ്ടം സഹിക്കേണ്ടത്. 4 കാര്യങ്ങൾ. കഷ്ടതയ്ക്കൊരു പുതിയ വിഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ, നമ്മുടെ അനുസരണക്കേട് കൊണ്ടുള്ള കഷ്ടതകൾ തരംതിരിച്ച് പഠിപ്പിക്കുക. ഭയങ്കര പഠനമായി. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ലെന്നേ. ഇതൊന്നും പ്രസംഗിച്ചാൽ ചക്രം കിട്ടത്തില്ല, പോക്കറ്റ് കാലിയായി. നമ്മൾ പ്രസംഗിക്കേണ്ടത് ഇതാണ്. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ കഷ്ടം സഹിക്കണം. അതവിടെ എഴുതി വെച്ചേ. നമുക്ക് പറ്റുമോ അതിന്? നമുക്ക് പറ്റത്തില്ല. അതായത് വിഷയം. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിമ അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള തിമോഥെയോസ്, തീത്തോസ്, ഫിലെമോൻ, അതുപോലെയുള്ള ബർന്നബാസ്, അപ്പല്ലോസ് ആദിയായ ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അവരിൽ നിന്ന് ഉപദേശം കേട്ട ശിഷ്യന്മാരും അവരുടെ കാലത്തുണ്ടായ ശിഷ്യന്മാരും അവർ വാർത്തുണ്ടാക്കിയ ശിഷ്യന്മാരും ഒക്കെ അനുഭവിച്ച കഷ്ടതകൾ ക്രിസ്തു നിമിത്തമാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനി അനുഭവിക്കുന്ന കഷ്ടത ക്രിസ്തു നിമിത്തമല്ല. എല്ലാവരുമല്ല, ചുരുക്കം ചിലർ ക്രിസ്തു നിമിത്തം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുസരണക്കേട് കൊണ്ടാണ് കഷ്ടത അനുഭവിക്കുന്നത്.
ഇവിടെ എന്താ പറയുന്നത്? കൊലപാതകൻ. ആരാ കൊലപാതകൻ? 1 യോഹന്നാൻ 3:13-15 വാക്യം വായിക്കാം. കൊലപാതകൻ ആരാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ ആരും കൊലപാതകനോ 1 യോഹന്നാൻ 3:13-15 വരെ വായിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. 1 യോഹന്നാൻ 3:13 മുതൽ 13 മുതൽ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പയക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടുന്നു. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. മതി. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ആരും കൊലപാതകനോ. അപ്പൊ സഹോദരനെ പകയ്ക്കുന്ന എത്ര പേരുണ്ട്? സഹോദരനെ പകയ്ക്കുന്നുണ്ടല്ലേ സഹോദരനെതിരെ കോടതി പോകുന്നു, കേസിന് പോകുന്നു, വഴക്കിന് പോകുന്നു. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി നിനക്കെതിരെ കേസ് കൊടുത്താൽ പോലും, നമുക്കെതിരെ കേസ് കൊടുത്താൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവൻ പ്രശ്നം ഉണ്ടാക്കിയാൽ നീ കേസിന് പോകരുത്. അതതിൻ്റെ കാര്യം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവം ന്യായാധിപതിയാണ്. സർവ്വലോക ഏത് ഭരണാധിയുടെ മേലും വേറൊരു ഭരണം ഉണ്ടെന്ന് ദാനിയേൽ പ്രവചനം നമ്മൾ ശക്തമായി പഠിക്കുന്നു. അത്യുന്നതായവൻ സകല മാനുഷിക ഭരണത്തിന്റെ മേലും ഭരണം നടത്തുന്നവനാ. ശക്തമായൊരു പഠനമാണത്. ഈ ലോകം ദുഷ്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാർ ഭരിക്കുന്നുണ്ട്. ആ ഭരിക്കുന്നവരുടെ മേലൊരു സ്വർഗം ഭരിക്കുന്നുണ്ട്. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭരണം നടക്കുന്നുണ്ട്. ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കർത്താവാ. കോൺഗ്രസ് ജയിച്ചു വന്നാൽ ദൈവഹിതമാണെന്ന് ചിന്തിച്ചോണം. നമ്മുടെ പോക്കറ്റിൽ അവിഹിതമായിട്ട് കാശ് വരണമെങ്കിൽ CPM ഭരിക്കണമെന്ന് ആരും ചിന്തിക്കരുത്. കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും ദൈവം അനുവദിക്കാതെ ഒരു പാർട്ടി ഇവിടെ ഭരിക്കയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. BJP കേന്ദ്രത്തിൽ വരാതിരിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച മാന്യന്മാരുള്ള സാക്ഷരത കേരളമാണ് നമ്മുടെ കേരളം. അവരെ ഓർത്ത് തലകുനിക്കുന്നു. ഞാൻ അങ്ങനെയുള്ള പോഷത്വങ്ങളൊന്നും പ്രാർത്ഥിക്കാറില്ല. നീയും ഞാനും മാനസാന്തരപ്പെടാൻ BJP വരണമെങ്കിൽ അത് നല്ലതല്ലേ? നമ്മുടെ തരികട കുറഞ്ഞു കിട്ടുമല്ലോ. ഈ സുവിശേഷ വിരോധികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പല കാര്യങ്ങളും എല്ലാത്തെയും ഞാൻ അടച്ച് തള്ളിക്കളയുന്നില്ല. അതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ലീഡർഷിപ്പിലുള്ള പല പാസ്റ്റർമാരുടെയും തെറ്റായ കാര്യങ്ങൾ പ്രൂഫ് സഹിതം അവർ നിർത്തിത്തരിക. വിശദിക്കാൻ പറ്റുമോ? നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. ചിട്ട് നടത്തിയവനൊക്കെ 8 നിലയിൽ പൊട്ടിയപ്പോൾ നേരെ പൊത്തു കൊടുത്തുകൊണ്ട് ഇറങ്ങി പ്രസംഗിക്കാൻ. ഇപ്പം അവർ കോടീശ്വരന്മാരാ. അവരെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? പറ. ബിസിനസ് നടത്തി പൊളിഞ്ഞവർ പൊത്തു കൊടുത്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ കോടീശ്വരന്മാരായി. എങ്ങനെ കിട്ടി ഈ പണം? അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അപ്പനമ്മമാർ കൊടുത്തതാണോ? തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞ് കാശുണ്ടാക്കിയതല്ലേ? 10% തന്നുകൊണ്ടിരുന്ന 20 തരണം 30 തരണം നൃത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ? ഇത് എവിടെ നിന്ന് വന്നു ഈ ചിന്തകൾ? സാത്താൻ്റെ അല്ലേ? വിശ്വാസികളോട് പ്രസംഗിക്കുക. നിങ്ങളെ റിയൽ എസ്റ്റേറ്റിലൂടെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങളുടെ ബിസിനസ്സിലൂടെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നിങ്ങൾ ജോലി പ്രൊമോഷൻ തരാൻ പോവുക. നരകത്തിൽ പോവുകയാണെന്ന് പ്രസംഗിക്കുക അവരോട്. വിദേശത്ത് അയക്കാൻ പോവാ. നരകത്തിൽ പോകാതിരിക്കുന്നവരോട് പറയാം വിദേശത്ത് അയക്കാൻ പോവാ. നശിച്ച് നരകത്തിൽ പോകാനിരിക്കുന്ന ഒരുത്തനോട് പ്രവാചകം പറയുക നിന്നെ ദൈവം വിദേശത്ത് അയക്കാൻ പോവാ. കാരണം ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ? ഇവൻ വിദേശത്ത് പോയിട്ട് 10 ചക്രം തരണം. അതിലൊരു സഹോദരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളെ 10 പേരെ അയച്ചിട്ട് വേണം എനിക്ക് 10 ചക്രം ഉണ്ടാക്കാൻ. തുറന്നങ്ങ് പറയുക. അത്രയ്ക്ക് ലജ്ജയില്ലാത്ത
ചില പ്രിയപ്പെട്ട ഒരു ആത്മീയ ഗോളം എന്ന് പറഞ്ഞ് ഗോളത്തിൽ കിടപ്പുണ്ട്. അവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, അടിപടലം നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കുകയുള്ളൂ. അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ പറഞ്ഞതുപോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷം വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ട് ഏത് മഹാൻ പറഞ്ഞാലും ശരി, കുറച്ച് നാൾ സഭയുടെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ശരി, ആരാണെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരാണ്. അവരെ ഫോളോ ചെയ്താൽ നാമും ശപിക്കപ്പെടും, നമ്മുടെ നിത്യത നഷ്ടമാകും. ആ ഒരു ദണ്ണം കൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയും. സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകം എന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക. കൊലപാതകം സ്വർഗരാജ്യമുണ്ടോ? യാതൊരു കൊലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ ഇരിപ്പില്ല എന്നല്ലേ പോലും അപ്പോസ്തലൻ പഠിപ്പിച്ചത്. സ്തോത്രം. അടുത്തെന്താ? കള്ളനോ? 1 യോഹന്നാൻ 4:20. ആരാ കള്ളനെന്ന് നോക്കാം. 1 യോഹന്നാൻ 4:20. കൊലപാതകനോ, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ? കള്ളനാരാ? 1 യോഹന്നാൻ 4:20. കള്ളനാകും. ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ ഭയക്കുകയും ചെയ്യുന്നതും കൊലപാതകനും കള്ളനുമാണ്. നിങ്ങളിൽ ആരും കള്ളനോ കൊലപാതകനോ ആകരുത്. പെന്തക്കോസ്തുകാരെ, കള്ളന്മാരും കൊലപാതകന്മാരും നമ്മൾ ആകരുത്. സഹോദരനെ ഭയക്കുമ്പോൾ, സഹോദരനെ ദുഷിക്കുമ്പോൾ ഞാനും നിങ്ങളും കൊലപാതകന്മാരും കള്ളന്മാരുമായി തീരുക. നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അവരുമായിട്ട് കൂട്ടായ്മ ചേരാൻ പറ്റില്ലെന്ന് വരാം. പക്ഷെ പക വേണ്ട, വിദ്വേഷം വേണ്ട, ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പം നമ്മൾ എൻ്റെ കൂടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്, അതൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് എനിക്ക് പകയിൽ അവർക്കൊണ്ട് ഞങ്ങളടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, നിലവിളിച്ച് ദൈവമേ നാശത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയും, ഞാനും എൻ്റെ സഹോദരങ്ങളും നാശത്തിലേക്ക് പോകല്ലേ കർത്താവേ. കാരണം അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ അടിവെള്ളം തെറ്റിച്ച് കളയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിശാചിനിക്ക് അല്പമേ കാലമുള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ്തുകാരെ ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ സാത്താൻ സകല പണികളും ചെയ്തുകൊണ്ടിരിക്കുക. അത് വിട്ടൊഴിഞ്ഞു പോകാനാണ് ഞാൻ ഈ ഉപദേശം കട്ടിയായിട്ട് പറയുന്നത്. എനിക്കാരോടും പകയുമില്ല, പണക്കുമില്ല, ഉദ്ദേശവും ഇല്ല. പ്രസ്ഥാനക്കാരും IPC ആരോടും ചർച്ച ബോർഡും എല്ലാം എനിക്കെല്ലാം ഒന്നുപോലെയുള്ളൂ. നമ്മളാരും നശിച്ചു പോകരുത്. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നപ്പോൾ നശിച്ചു പോകാനല്ല നമുക്ക് തന്നത്. ദൈവം നമുക്ക് തൻ്റെ പുത്രനെ തന്നു, ക്രിസ്തുവിനെ തലയായിട്ട് സഭയായിട്ട് തന്നു, സഭയ്ക്ക് തലയായിട്ട് പുത്രനെ തന്നു, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ തന്നു. പിന്നെന്താ? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, സുവിശേഷകന്മാരെ, ഇടയന്മാരായി, ഉപദേശകന്മാരെ നിയമിച്ചു, ശുശ്രൂഷ വൃന്ദങ്ങളെ തന്നു. ഇത്രയും തന്നത് നമ്മൾ നശിച്ചു പോകാനല്ല. തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഉപദേശം സ്വീകരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം. അതിനാണ് ക്രിസ്തുവിനെ തന്നത്, അതിനാണ് ഉപദേശം തന്നത്, അതിനാണ് സഭയ്ക്ക് തലയായി ക്രിസ്തുവിനെ തന്നത്. ഇത് നമ്മൾ ഈ നിലയിൽ പഠിച്ചെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. നശിച്ചു പോകരുത് എന്നുള്ള ഏക ചിന്തയോടെയാണ് ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണെങ്കിലും ദോഷത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല. ദുഷ്പ്രവൃത്തിക്കാരനാരാ? നല്ല പ്രവൃത്തി ചെയ്യാത്തവരെല്ലാം ദുഷ്പ്രവൃത്തിക്കാരാ. ദൈവം എന്ത് ചെയ്താലും ദൈവനാമത്തിന് മഹത്വത്തിനായി തീരണം നമ്മൾ ചെയ്യുന്നതൊക്കെ. അല്ലാത്തതൊക്കെ ദുഷ്പ്രവൃത്തികളാണ്. വചനവ്യവസ്ഥ വിട്ടുള്ള പോക്ക് ദുഷ്പ്രവൃത്തിക്കാരൻ. നിങ്ങളാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനുമായി തീരാതിരിപ്പാൻ. പരകാര്യത്തിൽ ഇടപെടുക, വല്ലവൻ്റെ കാര്യത്തിൽ ഇടപെടുക. രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെടാത്തവൻ്റെ കാര്യത്തിൽ ഇടപെടുക. എന്നിട്ട് ഞണ്ട് ഇറിക്കിയതുപോലെ ഇറുകി കഴിഞ്ഞപ്പോൾ വിഷയം പ്രാർത്ഥന ലിസ്റ്റ് വന്നു, പാസ്റ്റേ പ്രാർത്ഥിക്കണം, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്ത് പറ്റി? കുറച്ച് കാശ് ഞാൻ മേടിച്ചോടത്തിനുള്ളിൽ കൊടുത്തു, അവൻ അതുകൊണ്ട് മുങ്ങി, ഇനിയിപ്പോൾ ഞാൻ കൊടുക്കണം. വിറ്റ് കൊടുത്തോളം നല്ലത്. അതൊന്നും പ്രാർത്ഥിക്കാൻ എടുക്കരുത്. കാരണം ഇവിടെ പ്രമാണം കിടപ്പുണ്ട്, പരകാര്യത്തിൽ ഇടപെടരുത്.
ജാമ്യം നിൽക്കരുത്. ഇതൊക്കെ പ്രമാണത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളിതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ഹൃദയത്തിലെ വേദന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളാരും അങ്ങനെയുള്ളവരാകരുതെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ പരകാര്യത്തിലോടുന്നതിനായിട്ട് അല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാകരുത്? കൊലപാതകനായി, കള്ളനായി, പരകാര്യത്തിൽ ഇടപെടുന്നവനായി, പിന്നെ ദുഷ്പ്രവൃത്തിക്കാരനായി നമ്മൾ കഷ്ടം അനുഭവിക്കരുത്. അത് ദൈവത്തിന് പ്രസാദമല്ല. ക്രിസ്ത്യാനിയായിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന നിമിത്തം, ദൈവവചനം പ്രമാണിക്കുന്ന നിമിത്തം. പിന്നെ ശിഷ്യന്മാരെല്ലാം മരിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്, കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ടാണ്, കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നുകൊണ്ട് അവരൊക്കെ രക്തസാക്ഷികളായത്. അവർ നമ്മളെപ്പോലെ ഉച്ചയായിട്ട് കിടന്നെങ്കിൽ അവരൊന്നും ചാകത്തില്ല, അവരാരും കൊല്ലത്തില്ല. സ്തെഫാനോസ് എന്ത് കുറ്റമാണ് ചെയ്ത്? കല്ലെറിഞ്ഞ് കൊന്നില്ലേ? കല്ലെറിഞ്ഞ് കൊന്നോടുകൂടി പിതാവ് എന്താ വിചാരിച്ച്? യഹൂദന്മാരെന്താ വിചാരിച്ച്? സഭ തീർന്നു പോയെന്നല്ലേ? സ്തെഫാനോസിൻ്റെ മരണത്തോടെയാണ് സഭ കുതിച്ചെഴുന്നേറ്റത്. ചരിത്രം പഠിക്കണം, പ്രവൃത്തി പുസ്തകം വായിച്ച് പഠിക്കണം. അതുവരെയും ഉപദേശിമാരാ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. സ്തെഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ചിതറിപ്പോയ സഹോദരന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവസഭ പ്രബലപ്പെടാൻ തുടങ്ങി, ശക്തിപ്പെടാൻ തുടങ്ങി, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? രക്തസാക്ഷി സഭയുടെ വിത്താണ്. സുവിശേഷ നിമിത്തം നമ്മൾ മരിക്കുമ്പോൾ, ഒരാൾ മരിക്കുമ്പോൾ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പോസ്തലന്മാരിൽ ഒരാളൊഴികെ എല്ലാവരും രക്തസാക്ഷി ആയില്ലേ? അതുകൊണ്ട് ആ സഭ തകർന്നു പോയോ? സഭയെ കുത്തിക്കലയ്ക്ക് നശിപ്പിച്ചു പിശാച്, അത് വേറെ വിഷയം. ഞാൻ ക്രിസ്തുവിൻ്റെ പുരുഷനെ നിർമ്മല അന്വേഷിപ്പാൻ നിങ്ങളെ വാനിച്ചേയും സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ വഷളായി പോകരുത് സഹോദരങ്ങളെ. നമ്മൾ ഹൃദയം വഷളാക്കി കളയരുത്. നമ്മൾ ഹൃദയത്തെ മണവാളൻ്റെ വരവിൽ നിന്ന് മാറ്റിക്കളയരുത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുത്തിരിക്കണം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. നമ്മൾ വചന വ്യവസ്ഥ പ്രകാരം ജീവിക്കണം. നമ്മൾ ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിൻ്റെ വാക്കുകൾ എത്ര ഭയങ്കരമാണ്. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയും വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, ദൈവഗ്രഹമെന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദനെ ആണ് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഗ്രഹം യഹൂദനായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ യഹൂദനെ ദൈവം ന്യായം വിധിക്കാൻ പോവുക. അവസാനത്തെ പണിഷ്മെന്റ് കൊടുക്കാൻ പോവുക. 2 നശിപ്പിക്കാൻ പോവുക. അനേക പാസ്റ്റർമാർ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എത്ര വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത്. ഇന്ന് കാണുന്ന യഹൂദന്റെ അഹങ്കാരം മുഴുവൻ തകർക്കപ്പെടാൻ പോവുകയാണ്. അവർ പറയുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യത്തും ഞങ്ങളുടെ കൈകൾ ചെന്നെത്തുമെന്നാണ്. ആരെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് മടിയില്ലെന്നാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം വേണ്ടെന്ന് അവർ അവസാനം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടല്ലോ. പക്ഷെ ഇവിടെ എന്താ പത്രോസ് പറയുന്നത്? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ വലിയ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് സഭ മാറ്റപ്പെടും, സഭ എടുക്കപ്പെടും. സഭ മാറ്റപ്പെടും, സഭ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും?
സുവിശേഷം അനുസരിക്കാതെ കിടക്കുന്ന ജാതികളുടെ അവസ്ഥ എന്താകും? കർത്താവിൻ്റെ ഒരു മുമ്പ് വിശ്വാസികളെ ദൈവം ശുദ്ധീകരിക്കും ശോധനയിലൂടെ. അത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാകരുത്. നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരിക. എന്തിനാണ് പൊന്നിനെ തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത്? അതിൻ്റെ കീടം മാറാൻ. സ്തോത്രം സ്തോത്രം. അതിൻ്റെ കീടം മാറി ശുദ്ധിയുള്ളതായി. ഓരോ പ്രാവശ്യവും ഒരു പൊന്നും കഷ്ണത്തെ ഒരു തട്ടാൻ തീയിലിട്ട് പഴിപ്പിച്ച് കുടിലുകൊണ്ട് വെളിയിലെടുത്ത് അടിച്ച് പരത്തി തൻ്റെ ഹൃദയത്തിലൊരു ഡിസൈനുണ്ട്. ആ ഡിസൈൻ പ്രകാരം അതിനെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ എന്ത് വേണം? തീയിലൂടി കടത്തിവിടണം. ദൈവപൈതലെ, കഷ്ടതകളാകുന്ന തീച്ചൂളയിലൂടെ എന്നെയും നിന്നെയും കടത്തിവിട്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. ദാവീദിനെ ദൈവം ശുദ്ധീകരിച്ചില്ലേ? ദാവീദിനെ പരിശോധനയോട് ശുദ്ധീകരിച്ചെടുത്തില്ലേ? വാള് നിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരിക്കലും മാറത്തില്ലെന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞില്ലേ? അതൊരു ശുദ്ധീകരണത്തിൻ്റെ മേഖലയല്ലേ? പെന്തക്കോസ്തുകാരെ, കണ്ണൂർന്നൊന്ന് കണ്ടേ. അവന് ജനിച്ച കുഞ്ഞ് മരിച്ചു പോയതൊരു ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയല്ലേ? അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടത് നാഥാം പ്രവാചകന്റെ ശബ്ദത്തിന് അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടില്ലേ? CPM പാർട്ടിയുടെ അതിക്രമം തുറന്നു കാണിച്ച ഒരു സഹോദരനുണ്ട്. അവനെ വെട്ടി നുറുക്കി 58 വെട്ടി ഇവിടെ ഒരു മാന്യന്മാരായിട്ട് ഇരിക്കുക. അവരൊറ്റ കാര്യത്തിലാണ് ആ പാർട്ടിയെ ഞാൻ വെറുക്കാൻ കാര്യം. കൊല്ലാൻ ആർക്കും പ്രമാണം തന്നിട്ടില്ല, ആർക്കും തന്നിട്ടില്ല. അത് ഏത് പാർട്ടി ചെയ്താലും. ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ദാവീദ് എന്താ ചെയ്തേ? ദാവീദിനെക്കാളും വലിയ രാജാക്കന്മാരാണോ അവിടെ ഭരിക്കുന്നത്? ദാവീദിന്റെ 7 അയലോകത്തുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിലാണ് കർത്താവ് വാഴാൻ വരുന്നത്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. പ്രവചന ശബ്ദത്തിന് മുമ്പിൽ കരഞ്ഞു കൂകി നിലവിളിച്ച് ഉപവസിച്ച ദാവീദിന്റെ സിംഹാസനത്തിലാണ് കർത്താവ് ഇരിക്കാൻ വരുന്നത്. അതിനുശേഷമാണ് ദാവീദിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവം പ്രസാദിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതപ്രകാരമുള്ള മനുഷ്യരായി നമ്മൾ തീരണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യരായി മാറണം. മനുഷ്യനെ പ്രസാദിപ്പിച്ച്, പ്രസിഡന്റിനെ പ്രസാദിപ്പിക്കുന്ന സെക്രട്ടറി, പാസ്റ്റർമാര് അങ്ങോട്ടിങ്ങോട്ട് പ്രസാദിപ്പിച്ച് ജഡികന്മാരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരുണ്ട് ഇവിടെ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആരുണ്ട് ഇവിടെ? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായിട്ട് അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തുള്ള അവസാനം എന്താകും? നീതിമാൻ പ്രയാസത്തോടെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? അതോ ഗതിയാകും, അല്ല വേറെന്താ? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവങ്കൽ ഫലമേൽപ്പിക്കട്ടെ. ദൈവ ഇഷ്ടപ്രകാരം ഞാനും നിങ്ങൾ കഷ്ടം സഹിക്കണം. കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കണം. നമ്മൾ പ്രമാണമനുസരിച്ച് ജീവിക്കുമ്പോഴും കഷ്ടതകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. സാത്താൻ നമുക്കെതിരെ ആയുധങ്ങൾ, അമ്പുകൾ തൊയ്തു വിട്ടുകൊണ്ട് വരാം. എന്നാൽ നീ യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെട്ട്, കർത്താവെ ഞാൻ തെറ്റിപ്പോയി, കർത്താവെ ഞാൻ ബലഹീനനായിപ്പോയി, കർത്താവെ ഞാൻ ഇന്നിന്ന പാപങ്ങളിൽ വീണുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ ഹൃദയം തകർന്ന അവസ്ഥയിൽ ദൈവശ്രീയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുറ്റങ്ങൾ, പത്രോസ് ചെയ്ത കുറ്റം യേശുവിനെ തള്ളിപ്പറഞ്ഞ് കർത്താവ് ക്ഷമിച്ചില്ലേ? അതുപോലെ ക്ഷമിച്ചേ. യൂതയാണെങ്കിൽ പോലും അവൻ പുരോഹിതന്മാരുടെ അടുക്ക പോയിട്ട് ഞാൻ ഗുരുവിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ പുരോഹിതന്മാർ പറഞ്ഞ എന്താണെന്നറിയാം? വെളിവ് കെട്ടവന്മാർ എന്താ പറഞ്ഞേ? അത് നീ നോക്കിയോളാൻ പറഞ്ഞു. എടാ, ഈ യൂതയെ നീ കർത്താവിനടുക്ക മടങ്ങിച്ചെന്നെങ്കിലോ? കർത്താവ് ക്ഷമിച്ചു തന്നെ. നമ്മുടെ ഏത് പാപം, രക്താംബരം പോലെ പാപങ്ങൾ, ഹിമം പോലെ വെളുപ്പിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഇന്നും നിലകൊള്ളും. സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, ദൈവകൃപ വിട്ട് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം മടങ്ങി വാ. പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്ക്. ദൈവസഭയുടെ ദൂത് അവർക്ക് കൊടുക്ക്. യഥാർത്ഥ ദൈവവചനം അവരെ പ്രസംഗിച്ച് കേൾപ്പിക്കുക.
അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിച്ചവരെ കേൾപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ കള്ളനോ പിന്നെ സ്തോത്രം 3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ, കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ട് കഷ്ടം സഹിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ കഷ്ടം സഹിക്കും. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം കടക്കേണ്ടതാകും. പത്രോസിൻ്റെ ഈ ലേഖന പഠനം എനിക്ക് വളരെ ഇഷ്ടമായി. ദൈവമക്കൾ ക്ഷമിക്കണം, അതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഏകദേശം 50 മിനിറ്റ് ആയിപ്പോയി. ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വയലത്തിൽ അങ്ങ് മുഴുകിയിരുന്നുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആർക്കെതിരെയും പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ അനുഭവത്തിൽ പറയുന്നതല്ല. എല്ലാവരും മടങ്ങി വരണം. പാസ്റ്റർമാർ മടങ്ങി വരണം, വിശ്വാസികൾ മടങ്ങി വരണം, സഹോദരന്മാർ മടങ്ങി വരണം. എൻ്റെ ജീവിതത്തിലെ കുറവ് കർത്താവിനെ കാണിച്ചു. യാത്രയ്ക്ക് ഒരുങ്ങിയിരുന്ന നിനക്ക് പോകാൻ പറ്റാതെ നിൻ്റെ ട്രെയിൻ മിസ്സായി. അത് നിത്യതയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇത്രയും പ്രസംഗം നടത്തിയിട്ട് ആ ലൂക്കോസ് 16 കിടക്കുന്ന ആ ധനവാനെ പോലെ കിടന്ന് യാതന അനുഭവിക്കേണ്ട അവസ്ഥ വന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അപ്പം എന്നെ ദൈവം ശുദ്ധീകരിക്കാൻ തന്ന ദൂതല്ലേ അത്? ഞാനത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു. എൻ്റെ കുറവുകളെ ഞാൻ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുറവുകളെ സമ്മതിക്കാം. വലിയ ശുദ്ധീകരണത്തിലേക്ക് സഭയായി, വ്യക്തികളായി, ശുശ്രൂഷകന്മാരായി ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ ഈ സന്ദേശം നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ, അനുഗ്രഹമായി ഭവിക്കട്ടെ. ദൈവരാജ്യത്തിനോട്, കർത്താവിൻ്റെ വരവിനോട് അടുക്കുവാൻ ഈ വിലയേറിയ സന്ദേശങ്ങൾ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കാം.